ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഐക്യ പോവാട്ടോ. ഐക്യ എന്നാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂർ നാഗചന്ദ്രയിലാണ് വരുന്നത്. ഇതൊരു ഫേർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഇവിടെ ഫേർണിച്ചേഴ്സ് മാത്രമല്ല, നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇവര് മോഡൽ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു മോഡൽ കിച്ചൺ ആണ്. ഇതേപോലെ തന്നെ കുറേ മോഡൽ റൂംസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലിവിംഗ് ഉണ്ട്, ബാൽക്കണി ഏരിയാസ് ഉണ്ട്, ബെഡ്റൂംസ്, ഡൈനിങ്, അതേപോലെ കിച്ചണ്. ഇതെല്ലാം ഫുൾ ഫേർണിച്ചേഴ്സ് അസംബിൾ ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കൊരു റെഫറൻസ് പോലെ ഇത് ഇങ്ങനെ ഒരു വീട് പണിയാനൊക്കെ മനസ്സിലിങ്ങനെ പോകുന്ന ആഗ്രഹമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു പ്രോപ്പർ റെഫറൻസ് പോലെ തന്നെ നമുക്ക് എടുക്കാം. ഇതൊരു കോമ്പാക്ട് കിച്ചൺ ആണ്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കപ്പിൾസ് മാത്രമായിട്ട് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ഒരു കിഡ്സിന്റെ ബെഡ്റൂം മോഡലാണ്. ഇതൊരു വാക്ക് ഇൻ ക്ലോസറ്റ് ആണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് മിറേഴ്സ് ആൻഡ് എവറിത്തിങ്. ഇതൊരു കുട്ടി ബാൽക്കണി സ്പേസ് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ഗ്രീൻ കളർ തീമിലുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ്. ഇതൊരു ഡൈനിങ് സ്പേസും ഒപ്പം ഒരു കുട്ടി ബാൽക്കണി ആ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചൺ ആണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു യൂട്ടിലിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സ്പേസ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ സെറ്റ് ചെയ്തേക്കുന്ന കിച്ചണും എൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ഗെയിമേഴ്സിനൊക്കെ വേണ്ടി ചെയ്ത ഒരു മോഡൽ റൂമാണിത്. ഒരു ഗെയിമിംഗ് സെറ്റപ്പ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ബെഡ്റൂമാണിത്. സൈഡിലായിട്ട് ഒരു കിച്ചണിലൊരു ബെഡും ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിന്റെ വാൾപേപ്പേഴ്സ് ഒക്കെ. ഒരു കുട്ടി നഴ്സറി ആയി കാണുന്നത്, ഒപ്പം അതിന്റെ അപ്പുറമായിട്ടൊരു വലിയൊരു ഫാമിലി റൂം പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊരു മോഡൽ ഓഫ് ഒരു ബാത്റൂമാണ്. ഒരു ഷവർ ഏരിയയും കൊടുത്തിട്ടുണ്ട്, വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ബാൽക്കണി സ്പേസ് ആയത്. മോഡൽ റൂംസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ സെക്ഷനിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറെ കുഷൻ്റെ ഒരു സെക്ഷനാണ്. അവിടെ കുഷൻ കവേഴ്സ് ഉണ്ട്, പല കളേഴ്സ്, പല സൈസിലുള്ള കുഷൻസ്, കുഷൻ കവേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ കുഷൻ കവേഴ്സ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 199. ഈ ഒരു സെക്ഷൻ കയറിയപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, ക്രീപ്പേഴ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ വാസസും ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. പല കളേഴ്സിലുള്ള വാസസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുമാതിരി കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസും ഞാൻ ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യാം. ഇവിടെ നമ്മൾ സോഫാസിൻ്റെ ഒരു സെക്ഷനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സിംഗിൾ സീറ്റർ ഉണ്ട്, 2 സീറ്റേഴ്സ്, 3 സീറ്റർ, 4 സീറ്റർ, അങ്ങനെയുള്ള ഓരോ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള സൈസിലുള്ളത്, പല കളേഴ്സിലുള്ളത്, മെറ്റീരിയൽ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുന്ന് നടന്നു വരുമ്പോൾ നമുക്ക് ടീ പോയ്സിൻ്റെ ഒരു സെക്ഷൻ കാണാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡ് ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ TV യൂണിറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇവിടെയും ഇതേപോലെ പല സൈസിലുള്ള പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് TV യൂണിറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാബിനറ്റ്സ് കാണാം. പല കളേഴ്സിൽ, ഗ്ലാസിൻ്റെ ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് സൈസസിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്യാബിനറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ബെഡ്റൂം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ മൊത്തം ബെഡ്സ്, പിന്നെ ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, അങ്ങനത്തെ
എസെൻഷ്യൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കയറുമ്പോൾ കാണുന്ന മൊത്തം സ്റ്റൂൾസ്, ചെയർസ് ഒക്കെയാണ്. ഇത് ബാൽക്കണിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതേപോലെ ഡൈനിങ് ടേബിളിനുള്ള ചെയർസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫേർണിച്ചേഴ്സാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് വാർഡ്രോബ്സ് ഒക്കെയാണ്. നമ്മുടെ ബെഡ്റൂമിലൊക്കെ പറ്റിയ വാർഡ്രോബ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് പറയുന്നത് മൊത്തം കിഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാ. അവർക്ക് വേണ്ട ടോയ്സ് ഉണ്ട്, ബെഡ്സ്, പിന്നെ അവർക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽസും, ലഞ്ച് ബോക്സ് തൊട്ട് എല്ലാം ഉണ്ട്. ലിറ്ററലി എവറിത്തിങ് ഇസ് ദെയർ അണ്ടർ ദ സെയിം റൂഫ്. ഐക്യ മൊത്തത്തിലൊരു 14 ഏക്കറിൽ ലൊക്കേറ്റ് ചെയ്തൊരു സ്റ്റോറാണ്, വിച്ച് ഇസ് ഹാവിങ് അറൌണ്ട് 4.5 lakh square feet. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഇൻഡിവിജ്വലി കാണിക്കാൻ തന്നെ പോസിബിൾ അല്ല, ബിക്കോസ് വീഡിയോ അത്രയും ലോങ് ആയി പോകും. സോ ഞാൻ മാക്സിമം വീഡിയോൻ്റെ ഒപ്പം തന്നെ പ്രൈസും കാണിച്ചു തരാം. ഇത്രയും വലിയ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു കാണാൻ മിനിമം ഒരു 2 hours എങ്കിലും എടുക്കും. അപ്പോൾ ടയേർഡ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ഇവർ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാനും വല്ലതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അത് ആക്ച്വലി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു സെക്ഷൻ ഡെഡിക്കേറ്റഡ് ടു കിച്ചൺ എന്ന് തന്നെ പറയാം, കാരണം ഇതിൽ കിച്ചണിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചോടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ടൈം വിസിറ്റാണ് ഐക്കയിലോട്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഐക്യ സ്റ്റോറിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും പക്ഷേ സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്.
സ്ട്രെയിൻ തോന്നുന്നു. ഓ അത് 949 ആണോ? 949. ഇതൊക്കെ ഓരോ സൈസിലുള്ള കട്ടിംഗ് ബോർഡ്സ് ആണ്. കളർ ഇത് ബോക്സസ് അതിന്റെ തന്നെ ചില്ലിന്റെ ഉണ്ട് അത്യാവശ്യം വീക്കുന്നത്. ഇത് 329 ഇത് 150 ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇവരുടെ ക്രോക്കറി സെക്ഷനിൽ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. എല്ലാം ഭയങ്കര പിൻഇൻട്രസ്റ്റി കൈൻഡ് ഓഫ് ക്രോക്കറീസ് ആയിരുന്നു. പ്ലേറ്റ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കയറുന്നത് കർട്ടൻസിന്റെ ഒരു സെക്ഷനാണ്. കർട്ടൻസിന്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡോർ മാറ്റ്സിന്റെ ഒരു സെക്ഷൻ കാണാം. ഇത് മൊത്തം സോഫയിലിടുന്ന ത്രോസിന്റെ ഒരു സെക്ഷൻ ആട്ടോ. അത്യാവശ്യം നടന്നു മടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 11ാം സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. ഇനിയും കുറെ സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം കാർപ്പറ്റ്, റഗ്സ് ഒക്കെയാണ്. ഇത് പല സൈസിലുള്ളതുണ്ട്, പല മെറ്റീരിയൽ ഉള്ളത്. ഇത് മൊത്തം ഒരു ലോണ്ട്രി സെഷനാണ്. ലോണ്ട്രി ബാസ്ക്കറ്റ്സ്, കുറെ ഓർഗനൈസേഴ്സ്, സ്റ്റോറേജ് ഒരു സെക്ഷൻ എന്ന് തന്നെ പറയാത്. ഇത് ആക്ച്വലി ലോണ്ട്രി ബാസ്ക്കറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, നമ്മൾ കബേർഡ്സിന്റെ വാർഡ്രോപ്പിന്റെ അകത്ത് സ്റ്റോറേജിനും യൂസ് ചെയ്യാം. ഒരുപാട് ഓർഗനൈസേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. പല ഷേപ്പിലുള്ള ഓർഗനൈസേഴ്സ് ഉണ്ട്. ദിസ് ഇസ് 250. അതിന്റെ വലിയ സൈസാണ്. ഇത് 350ക്കാണ്. ഇത് മൊത്തം ഡസ്റ്റ്ബിൻസിന്റെ ഒരു സെക്ഷൻ തന്നെയാണ്. ഇത് ഹാങ്ങേഴ്സിന്റെ ഒരു സെക്ഷനാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഹാങ്ങേഴ്സ് ഇവിടെ കാണാം. ഈ സെക്ഷൻ മൊത്തം ഇലക്ട്രിക്കൽ സാധനങ്ങളാണ്, ലൈറ്റ്സ്. അങ്ങനെ ഈ കാണുന്നതെല്ലാം എനിക്ക് തോന്നുന്നു കിഡ്സ് സെക്ഷനിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, കിഡ്സ് മോഡൽ റൂംസിലൊക്കെ. പിന്നെ കുറെ ഇത് ഗെയിമിംഗ് റൂംസിൽ പറ്റിയ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണാം. ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സ്, പല ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഇവിടെ കാണാം കേട്ടോ. ഈ ഒരു സംഭവം എന്താണെന്നല്ലേ, ഇത് ആക്ച്വലി മൊബൈൽ ഫോൺസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്കിത് കണ്ടിട്ട് മനസ്സിലായില്ല, പിന്നെ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്.
അപ്പോൾ മനു എനിക്ക് ഡെമോ കാണിച്ചു തരുമായിരുന്നു, ഇതിങ്ങനെ ഫോൺ വെക്കാം, നമുക്ക് ഇങ്ങനെയും വെക്കാം എന്നുള്ളത്. ഈ ഒരു സെക്ഷൻ മൊത്തം മിറേഴ്സ് ആണ്. പല സൈസിലുള്ള മിറേഴ്സ്, പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പറ്റിയ മിറേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ബാംബൂ മിറേഴ്സ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സെക്ഷൻ കയറിയപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. ഇത് സെന്റഡ് കാൻഡിൽസിന്റെ ഒരു സെക്ഷൻ തന്നെയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ വരുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ ഒരു സെക്ഷനാണ്. ഇത് കഴിഞ്ഞ് ഇവരുടെ ഈ കാണുന്നത് ഇത് ഇവരുടെ ഇൻവെന്ററി ആണ്. ആക്ച്വലി എല്ലാ ഇവരുടെ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ കാണുന്നത്. ഭയങ്കര ഹ്യൂജ് ആണിത്. ഐക്കയുടെ എക്സിറ്റും ബില്ലിങ്ങും വരുന്നത് ഈ ഒരു സൈഡിലോട്ടാണ്. ഐക്യ രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഒത്തിരി നടന്നു, ആക്ച്വലി ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.